ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. ഈ വിഷ്വൽസിൽ കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ചോറിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 20 വെളുത്തുള്ളി ഇതുപോലെ ചതച്ചതും, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു 2 പച്ചമുളക് ചതച്ചതുമാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേവിക്കുമ്പോൾ ഇത്തിരി അധികം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നു. അതല്ലെങ്കിൽ മുഴുവൻ മസാലാസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്തിട്ട് പിന്നീട് ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ബീഫിൻ്റെ എല്ലാ സ്ഥലത്തും എത്തണ വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ മൺചട്ടിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഈ ബീഫ് ഏകദേശം ഒരു 7 വിസിലടിക്കുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്ത് വേവിച്ചെടുക്കുക. ഞാൻ ഇപ്പുറത്ത് തന്നെ ബീഫും വേവിക്കുന്നുണ്ട് കേട്ടോ ഒപ്പം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാനൊരു 2 മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞതും ഒരു കറിവേപ്പിലയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്യുന്നു. ഓൾറെഡി വേവിക്കാൻ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തത് കൊണ്ട് ഞാൻ 2 പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിക്ക് വേവിക്കാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും എടുക്കുന്നില്ല. ഇനി ഒരു 2 വലിയ പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി മാക്സിമം 2 തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ തക്കാളിയും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഈ പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്, 1 ടീസ്പൂൺ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു. ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അഡീഷണൽ വേറെ ബീഫ് മസാല ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വീട്ടിൽ പ്രിപ്പയർ ചെയ്ത മസാലാസ് കൊണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. വളരെ സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തീ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക, പച്ചമണം മാറുന്നത് വരെ. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫും പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു 6 വിസിൽ കേട്ട് കഴിഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പണാക്കി എടുത്തതിന് ശേഷം ഞാൻ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് കൂടെ ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് 1 വിസിൽ കൂടെ കേട്ടായിരുന്നു. അത് ഒന്ന് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. ഒരു 6 വിസിൽ ബീഫ് അടിച്ചതിന് ശേഷം 1 വിസിൽ പൊട്ടറ്റോസ് ആഡ് ചെയ്തതിന് ശേഷം അടിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ നല്ല ഉരുളക്കിഴങ്ങൊക്കെ കറക്റ്റ് ഒരു കുക്കായി കിട്ടും. കണ്ടോ, ഇപ്പോൾ നമ്മൾ ബീഫും പൊട്ടറ്റോസ് കൂടെ ആഡ് ചെയ്തിട്ട് തിളവന്ന് നന്നായിട്ടൊന്ന് കുറുകിയ പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, കണ്ടില്ലേ. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും നമുക്ക്. ഈ പൊട്ടറ്റോസ് ആഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.